ബൈക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ നെയ്യാറിന്റെ കരയിൽ വന്നതാണ്. എന്താ ഗൈസ്, ഇവിടെ നിറയെ വെള്ളം കാണുന്ന ശിവലിംഗമാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ പുതിയ വീഡിയോ. ഗൈസ്, നമ്മളിന്ന് ഒരു മൈക്ക് വാങ്ങിച്ചു. അതാണ് ഗൈസ് ഇതായിരിക്കണം. അപ്പോൾ ഇതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതിൻ്റെ ഒരു അൺബോക്സിങ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും അതൊന്ന് പോയി കണ്ടിട്ട് വാ. ഹലോ ഗൈസ്, ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കിങ് വരുന്നത്. ഞാൻ ഇത് നേരത്തെ പൊട്ടിച്ചായിരുന്നു. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അൺബോക്സിങ് ചെയ്യണതാണ്. ഗൈസ്, ഇതിൽ ആദ്യം ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഒരു നല്ല ക്വാളിറ്റി ഉള്ളൊരു പൗച്ച് പോലത്തെ സാധനം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അവരുടെ ഒരു കാർഡ്, പിന്നെ യൂസർ മാനുവൽസ്, ഇതെല്ലാം. ഇതാണ് ഗൈസ് സാധനം. ട്രാൻസ്മിറ്റേഴ്സ്, പിന്നെ റിസീവർ, ചാർജർ, പിന്നെ ഇതിൻ്റെ മുകളിൽ വയ്ക്കേണ്ട വിൻഡ് ഷീൽഡ്. നമുക്കിനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. ഈ മോഡൽ പറഞ്ഞത് ഹോളി ലാൻഡ് ലാർക്ക് A1 എന്ന് പറഞ്ഞ മോഡലാണ്. 4000 രൂപയ്ക്കകത്ത് ആമസോണിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളവർ വാങ്ങുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഗൈസ്, മൈക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നല്ല കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. ഇപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ഓഫാണ്. ഇനി നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ ഒന്ന് ഓണാക്കി നോക്കാം. ഇതാണ് ഗൈസ് നോയ്സ് ക്യാൻസലേഷൻ ഓണാക്കിയതിന് ശേഷമുള്ള ഔട്ട്പുട്ട്. ഗൈസ്, നമ്മൾ ഇവിടെ നെയ്യാറിൻ്റെ കരയിൽ വന്നതാണ്. സംബന്ധിച്ച് നെയ്യാറിൽ വെള്ളം തുറന്നു വിട്ടിട്ട് നല്ല വെള്ളം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയല്ലേ ഗൈസ്, നമ്മൾ ചുമ്മാ ഇതുവഴി പോയപ്പോഴത്തേക്കും ഇവിടെ ഇറങ്ങിയതാണ്. ഈ സ്പോട്ട് കണ്ടോ ഗൈസ്, ഇതൊക്കെ കാണാൻ നല്ല വൈബായിട്ടുണ്ട്. പണ്ടൊരിക്കൽ വന്നിട്ടുണ്ട് ഗൈസ്, കുറച്ചുകൂടെ 2 വർഷം അപ്പോഴത്തേക്കും ചായക്കടയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ചായയൊക്കെ വാങ്ങിച്ചിട്ട് ഇവിടെ നല്ല വൈബായിട്ട് വന്നിരുന്ന് കുടിക്കുമായിരുന്നു. ആ ഒരു ഓർമ്മയൊക്കെ പുതുക്കാൻ വേണ്ടി വന്നതാണ്. കണ്ടാ ഗൈസ്, ഇവിടെ നിറയെ വെള്ളം. ഇവിടെ നല്ല മഴയായതുകൊണ്ട് നെയ്യാർ ഡാമൊക്കെ തുറന്നു വിട്ടിട്ട് ഇവിടെ ഭയങ്കര വെള്ളം. അപ്പോഴത്തേക്കും നമുക്ക് കാണുമ്പോൾ തന്നെ ഒരുമാതിരി ഉയിര് പോകണം, ഉയിര് അല്ലേ അളിയാ? അതുകൊണ്ട് നമ്മൾ കാണുമ്പോൾ തന്നെ പേടിയാവണം ഗൈസ് ഇത്. അതുകൊണ്ട് നമ്മൾ നേരെ ഇവിടെ വേറെ അമ്പലമുണ്ട് ഗൈസ്, നമുക്ക് അമ്പലം കാണിച്ചു തരാം. നമ്മളങ്ങനെ ഈ ചെങ്കൽ മഹേശ്വരം ശിവക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ് ഗൈസ്. ഇതാണ് ഈ അമ്പലം. അമ്പലത്തെ സെറ്റല്ലേ? ഈ അമ്പലല്ലേ മറ്റേ അമ്പലത്തിന് മറ്റേ ഗുരുവായൂർ അമ്പലത്തിന്റെ ഒരു വൈപ്പായി. ഇതിന്റെ 2 സൈഡും നല്ല നല്ല കടകളൊക്കെ ഉണ്ട്. കുറെ പിള്ളേരൊക്കെ ഇവിടെ കിടന്ന് ഓടി കളിക്കണം. ഒരു കാർ വാങ്ങിച്ചടാ. അതെ, അതിലേത് കാർ വേണം നിനക്ക് പറ. ഞാൻ കാണിച്ചില്ല. ആ കാറാ? ആ കാർ വാങ്ങിച്ചു. 130 രൂപ. നമുക്ക് പിന്നീട് ഒരു ദിവസം വാങ്ങിക്കാം. അങ്ങനെ പറയല്ലേ? വേണ്ട, 5 എടുക്കാൻ ഒന്നേ എടുക്കാൻ 5 10 രൂപയ്ക്ക് മറ്റേ ചെരുപ്പ് വയ്ക്കാൻ ഇല്ലാത്ത നമ്മൾ അവിടെ മൂലയ്ക്ക് ഇട്ടിട്ട് ഒന്ന് വന്നിടത്താണ് പറയുന്നത് 5 കാർ വാങ്ങിക്കും. ഗൈസ്, ഈ കാണുന്ന ശിവലിംഗമാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. എന്നുവെച്ചാൽ വീട്ടിൽ ബോറടിച്ചിരിക്കുമ്പോൾ ഇതേപോലെ ദൈവവിശ്വാസം ഉണ്ട്. എന്നാൽ എവിടെയെങ്കിലുമൊക്കെ പോയി ചുമ്മാ കണ്ട ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കുന്നു, പെൺപിള്ളേരൊക്കെ നിൽക്കുന്നു. പെൺപിള്ളേരെയൊക്കെ കുളിച്ചൊരുങ്ങി വരണമെങ്കിൽ അമ്പലത്തിൽ വരണം. വായി നോക്കിയൊക്കെ നടക്കണം, മനസ്സിലായോ? അങ്ങനെയാണ്. അവരെന്തേ കുറച്ച് കലാപരമായി ചിന്തിക്കും, സാഹിത്യം വരട്ടെ, സാഹിത്യമുള്ള സംഭവം മനസ്സിലായോ? എന്ന് വെച്ചാൽ കാവ്യ പുള്ളിയായിരിക്കും ഗൈഡ് കേട്ടോ. ഗൈസ്, ഇവിടെ ഇങ്ങനെ പുറത്തെന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഗൈഡൊക്കെ ഉണ്ട്. സോറി ഗൈസ്, ഇവരുടെ ഗൈഡില്ല, പക്ഷേ അതിൻ്റെ അകത്ത് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. കുറേ പിക്ചേഴ്സൊക്കെ അല്ലേ? പിക്ചേഴ്സ് ഒന്നുമല്ല, പോടാ. കുറേ എത്ര 101 ഇത് വെച്ചിട്ടുണ്ട്. എന്താ ശിവലിംഗം വെച്ചിട്ടുണ്ട് ഓരോരോ അമ്പലത്തിലുള്ള. അപ്പോൾ അതൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി അതിൻ്റെ അകത്ത് ഗൈഡുണ്ട്. ഇതിൻ്റെ അകത്ത് 7 നിലകളുണ്ട്. 7 നിലകൾ നമ്മളെ ഹ്യൂമൻ ബോഡിയുടെ 7 സംഭവങ്ങളായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന സംഭവമാണ്. നമ്മളന്ന് കയറിയായിരുന്നു, പക്ഷെ വലിയതൊന്നുമില്ല. എൻ്റെ എന്തായാലും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ഇവിടെ ഉള്ള ആരെങ്കിലും ഈ വീഡിയോ കാണണമെങ്കിൽ ഇവനടുത്ത് ഗൈഡായിട്ട് എടുക്കാം. ഞാൻ ഗൈഡായിട്ട് എടുക്കാം. അവിടുത്തെ പുള്ളി പറയണം. പുള്ളി മറ്റേ ഓരോ സ്ഥലത്ത് കയറിയിട്ട് എന്ന് വെച്ചാൽ എല്ലാ ശിവലിംഗത്തിൻ്റെയും പേര് പുള്ളി കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വരും, മറ്റേ മാമന്മാരായിട്ട് ചുറ്റി 2 പ്രാവൊക്കെ ആയിട്ട് ഞാൻ എഡിറ്റ് ചെയ്ത് തരല്ലേ? 2 അതേ മൈക്കുണ്ടല്ലോ. ഉണ്ട് ഗൈസ്, ഇവിടെ നല്ല വൈബായിട്ട് ഉള്ള കുറച്ച് വീടുകൾ പോലത്തെ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അവിടെ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. പിള്ളേരൊക്കെ ഇവിടെ വന്ന് റീലൊക്കെ എടുത്തിടാറുണ്ട്. ഇതാണ് ഗൈസ് ആ സ്ഥലം. പണ്ടത്തെ തറവാട് പോലത്തെ സെറ്റപ്പാണ്. ശ്രീജു, നിൻ്റെ ഇതിൻ്റെ കുറേ വിഷ്വൽസ് ഉണ്ടല്ലോ, ഇതിൻ്റെ കുറേ ഫോട്ടോ ഉണ്ടല്ലോ.
ഏതാ ഇതിന്റെ ഫോട്ടോ നിന്റെ അക്കൗണ്ടിൽ കുറെ ഉണ്ടല്ലോ. കണ്ടെന്നാണ് ഇവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ്. ശ്രീജി അവിടെ ഇരുന്ന് ഫ്രെയിം സെറ്റ് ചെയ്യാണ് ഗൈസ്. പോർട്രേറ്റാ ഇവിടെ ഒരുത്ത വലിയ കാര്യം പറഞ്ഞില്ല. വേറെ കുറെ നല്ല ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, അപ്പൊ അത് കാണിച്ചു തരാൻ. ഗായ്സ് അങ്ങനെ ഫൈനലി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. സംഭവം എന്ന് വെച്ചാൽ ഇനി അഭിനന്ദിന്റെ കൊച്ചിനെ കാണാൻ പോകണം ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഇവിടെ ചുമ്മാ ഹൈവേയിൽ വന്നിരിക്കുകയാണ്. സംഭവം ഹൈവേയിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിനന്ദിന്റെ കൊച്ചിനെ കാണാനായിട്ട് വന്ന. പക്ഷേ പ്രതീക്ഷിച്ചവരിൽ നിന്ന് എനിക്കൊന്നും കിട്ടിയില്ല, സ്നേഹം പോലും. അവരുടെ കുറ്റമല്ലായിരിക്കാം. ആ ചിരിയിലുണ്ട് കേസ് അവന്റെ സങ്കടം. പിന്നെ വേറെ ഇന്റൻഷൻ കൂടെ ഉണ്ട് നമ്മളിവിടെ വന്നതിന്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് എത്ര ലെങ്ത് കിട്ടും അത് മെയിനായിട്ടുള്ള സംഭവമാണ്. അത് എത്ര ദൂരം 200 മീറ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവര്. പക്ഷേ എത്ര കിട്ടുമെന്ന് അറിഞ്ഞൂടാ. അപ്പൊ നമ്മള് ഇപ്പൊ ഈ റോഡിന്റെ അപ്പുറത്താണ് ക്യാമറ ഇരിക്കുന്നത്, പക്ഷേ മൈക്ക് ഇപ്പുറത്ത് നമ്മൾ സംസാരിക്കുകയാണ്. അപ്പൊ എത്രത്തോളം വോയിസ് ക്യാപ്ചർ ആവും നമുക്ക് നോക്കി നോക്കാം. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് മാറി. ചലഞ്ചാണ് ആനന്ദിന്റെ ഒരു ചലഞ്ച്. ഈ ക്യാമറ ഇതേപോലെ ഇരിക്കും, ആനന്ദ് ഇതേപോലെ ഇരിക്കും. ഇപ്പൊ നമ്മളവിടെ റാലി നമ്മളെ ജമാല കൊണ്ട് ഇപ്പൊ ഇതുവഴി വരും. ഞാനും ശ്രീജു അങ്ങോട്ട് മാറിയിരിക്കും, ആനന്ദ് ഇവിടെ ഇരുന്ന് ഇതേപോലെ വീഡിയോ എടുക്കുക. പറ്റുമോ? പറ്റും കേസ്. പക്ഷെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് കുഴിത്തിരി പിടിച്ചപ്പോൾ ഇടാവ് വരാതെ ഫോൺ എടുത്തിട്ട് ഞാൻ മൂഞ്ചി. അത് ഞാൻ ശ്രീജു അപ്പുറത്ത് കാണും, ക്യാമറയുടെ പിന്നെ അപ്പുറത്ത്. അത് നമ്മൾ നോക്കിക്കോളും. നീ ഇവിടെ ഇരുന്ന് സംസാരിക്കണം. പറ്റുമോ? അല്ലെ പക്ഷെ ഒറ്റയ്ക്ക് നമ്മളെ ജവമാലയെ പറ്റിയും പള്ളിയെ പറ്റിയൊക്കെ അവര് മുമ്പ് കൂടെ ഇതുവഴി പോകുമ്പോ നീ ഇരുന്ന് സംസാരിക്കും. അല്ലെ പക്ഷെ അതിനൊരു വിഷയം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് സംസാരിച്ചാൽ നമ്മൾ പൊട്ടരാണെന്ന്. അഭിനന്ദൻ കൂടെ എന്റെ അവിടെ ഇരിക്കും. അഭിനന്ദൻ കൂടെ എന്റെ അവിടെ അതങ്ങനെ പൊട്ടത്തിനാവും. ഒറ്റയ്ക്ക് എന്റെ അവിടെ ഇരിക്കാൻ പറ്റുമോ? ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോൾ പൊട്ടത്തിനാവില്ല. നിനക്ക് ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ എന്റെ അഭിനന്ദൻ കൂടെ ഇരിക്കണം. ഞാൻ എന്തിരിക്കണം? യു ആർ ദ യൂട്യൂബർ. You have the courage to do this types of challenge. Because you are my friend. So That's enough. you should. അതിവിടെ പ്രസക്തി ഇല്ല. നിനക്ക് പറ്റുമോ? നിനക്ക് പറ്റുമോ? പറ്റൂലെങ്കിൽ നീ ഒരു യൂട്യൂബർ അല്ല. പറ്റും, എനിക്ക് പറ്റും, പക്ഷെ ഞാൻ ചെയ്യില്ല. അപ്പൊ ശരി ഗൈസ്, അങ്ങനെ വിദൂരതയിൽ നിന്ന് വരുന്നതാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന റാലി. പിള്ളേർ മാല കേട്ടൊക്കെ ഒരുങ്ങിയാണ്. അഭിനന്ദേ, അഭിനന്ദനെ ഇംപ്രസ് ചെയ്യണോ? നീ ആദ്യം നിന്റെ വ്യൂവേഴ്സിനെ ഇംപ്രസ് ചെയ്യാൻ ഇംപ്രസ് ചെയ്യും ഗൈസ്. നമ്മൾ പുതിയ കണ്ടന്റ് ഇട്ട് ആൾക്കാരെ ഇംപ്രസ് ചെയ്യും. ആണ് നിനക്ക് ഒരു പുതിയ ചലഞ്ച്. ആ കാണുന്ന ചേച്ചി ഒരു ചിറകും കൊണ്ട് വരണുണ്ടോ? നീ ഒരു റിയാലിറ്റി മനസ്സിലാക്കണം. നിന്റെ മൈക്ക് ഇല്ല. നിനക്ക് ഞാൻ അത് വാങ്ങിച്ചു. മൈക്കില്ല, പഴത്തിരിങ്ങവനെ മൈക്ക് നിന്റെ ഞാൻ ഇവിടെ കിടന്ന് പട്ടി കടക്ക് സംഭവം. ഗൈസ് അഭിനന്ദിന്റെ അമ്മ വരുന്നുണ്ട്. അമ്മ സീനാണ്, വീട്ടിൽ വടിയോട്. സുഹൃത്തുക്കളെ, നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നതാണ് തിരുക്കുടുംബ ദേവാലയത്തിലെ ജോമാല റാലി. അങ്ങനെ ജോമാല റാലി കഴിഞ്ഞ് ആകാശത്തിലോട്ട് ജോമാലയൊക്കെ പറത്തി വിട്ടതിന് ശേഷം പരിപാടി കഴിഞ്ഞു. ഗായ്സ് അപ്പോൾ നമ്മളിപ്പോൾ എല്ലാ പരിപാടിക്കൊക്കെ ശേഷം തിരിച്ച് വീട്ടിൽ എത്തിയിരിക്കുകയാണ്. മൈക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.